ഇവിടെ ചിലരുടെ മേൽ അയക്കാൻ പോകുകയാ. കാരണം തന്റെ പരിജ്ഞാനത്തിന്റെ വാസന എന്തുവാണെന്ന് ബഹുപരിജ്ഞാനമുള്ള, ബഹുജ്ഞാനമുള്ള, ബഹുവിദ്യാഭ്യാസ സമ്പന്നനായ അപ്പോസ്തലനായ പൗലോസിൽ കൂടെ വെളിപ്പെടുത്തിയ ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുള്ള ചില പ്രിയപ്പെട്ടവരുടെ ബുദ്ധിമണ്ഡലത്തിൽ തന്റെ പരിജ്ഞാനത്തെ പകർന്നു കൊടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു വർഷത്തോളം പോയി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെയുണ്ട്. കർത്താവിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ സകല സത്യങ്ങളിലേക്കും വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാണെന്ന്. ഈ പരിശുദ്ധാത്മാവ് എന്നോട് കൂടെ ഇരിക്കുന്നു എന്ന് എന്റെ ജീവിതത്തിൽ അതിനുശേഷം സംഭവിച്ച അനുഭവങ്ങൾ എന്നെ മനസ്സിലാക്കിച്ചു. എന്റെ പിതാവ് വീട്ടിൽ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, മന്ത്രവാദ ക്രിയകൾ ചെയ്യുമ്പോൾ, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ ശക്തി വെളിപ്പെടാതെയായി. പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ തടസ്സം ഞാനാണെന്ന് തോന്നി. അപ്പോൾ പിതാവ് എന്നെ ശ്രദ്ധിച്ചു. അപ്പോഴാ ഖുർആൻ പാരായണം നടത്താത്തത് കണ്ടത്. എന്നെ വിളിച്ച് ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയത്? നീ ഖുർആൻ പാരായണം നടത്തുന്നില്ല, പഴയതുപോലുള്ള ഉത്സാഹവും പ്രസരിപ്പും ഒന്നും നിനക്കില്ല, എന്തോ നിനക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് മാറി അങ്ങ് പോകും. ഹല്ലേലൂയ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, എന്റെ ഉള്ളത്തിൽ വലിയ ഭാരമുണ്ട്. ഹല്ലേലൂയ, എന്താണ് ഞാൻ പറയേണ്ടതെന്നൊക്കെയുള്ള ചിന്തയുണ്ട്. എന്നാൽ എന്റെ പിതാവിന് വ്യക്തമായും ഒരു തെളിവ് കിട്ടുന്നില്ല എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. എന്തോ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നി. പിതാവിന് വിഷമമായി. കാരണം പിതാവിന്റെ നേർച്ച നിവർത്തിക്കാൻ സമയമായി. 17 വയസ്സാകുമ്പോൾ ഒരു മൗലവിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പിതാവെല്ലാം പറഞ്ഞു ഉറപ്പിച്ച് ഒരു മൗലവിയെ പിതാവ് തന്നെ കാസർഗോഡ് പഠിക്കാൻ വിട്ടേക്കുക, പൊന്നാനിയിൽ. ഹല്ലേലൂയ. അദ്ദേഹം ആ വർഷം വരും, അപ്പോൾ എന്നെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കണം. പിതാവിന് വിഷമമായി. ഈ സമയത്ത് പ്രൈസ് ദി ലോർഡ്, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ, എനിക്ക് എന്തെങ്കിലും കുറവ് വന്നാൽ അതിന്റെ ശാപം കുടുംബത്തിനകത്ത് വരും. എന്റെ പിതാവ് ചില തങ്ങളുമാരെ പോയി കണ്ടു. അവര് പറഞ്ഞു, നിന്റെ സംശയം ശരിയാണ്, അവളെ ഒരു ആകർഷണ വലയം ചുറ്റി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഈ ആകർഷണ വലയത്തിന്റെ കീഴിൽ അവൾ ആയിരിക്കുന്നുണ്ട്. മറ്റെല്ലാ കാര്യങ്ങളോടും മറന്നുപോയിരിക്കുകയാണ്, മറക്കുകയാണ്. ഈ ശക്തിയുടെ പ്രവൃത്തി അനുസരിച്ച് ഇനി അവൾ ചെയ്യത്തുള്ളൂ. താമസിയാതെ നമ്മയൊക്കെ വിട്ടുപോകാൻ സാധ്യത കാണുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. പിതാവ് പറഞ്ഞു, അങ്ങനെ സംഭവിച്ചുകൂടാ, കാരണം ഞാൻ ഒരു കൂട്ടം ജനത്തെ പ്രബോധിപ്പിക്കുന്നവനും നടത്തുന്നവനുമാ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് വലിയ അപമാനം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എനിക്കെന്നല്ല, നമ്മുടെ സമൂഹത്തിനും ഉണ്ടാകും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, വിവാഹത്തുള്ള കാര്യങ്ങൾ വേഗം ക്രമീകരിക്കും. വിവാഹത്തിന് മുൻപ് മുസ്ലിം പെൺകുട്ടികളെ ശുദ്ധീകരണ കർമ്മം എന്ന് പറയുന്ന ഒരു ഫാത്തിക നടത്തും. പ്രൈസ് ദി ലോർഡ്. അത് നടത്തിക്കഴിഞ്ഞ് ഒന്നുകൂടെ അവരെ വിശുദ്ധീകരിച്ച് പഴയ അനുഭവത്തിൽ നിന്നും ഒന്നുകൂടെ ശക്തിപ്പെടുത്തി അവരെ അള്ളാഹുവിനോട് അവരുടെ ഭക്തിയും അവരുടെ വിശ്വാസവും ഉറപ്പും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു ഫാത്തികയാണ്, ഒരു കർമ്മമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നടത്തിയതിനു ശേഷമാണ് വിവാഹം നടത്തി കൊടുക്കുന്നത്. പ്രത്യേകിച്ചും മൗലവിമാരുടെ കുടുംബങ്ങളിലാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. അതും കൂടെ അങ്ങ് നടത്താൻ പറഞ്ഞു വിവാഹത്തിന് മുൻപ്. ആ സമയത്ത് ഞങ്ങളും കൂടെ വരാം, പ്രത്യേക ഒരു കർമ്മം കൂടെ ചെയ്യാം. അന്ന് അവൾ പ്രൈസ് ദി ലോർഡ് പഴയതുപോലെ ആയിത്തീരും, ഈ ശക്തിയിൽ നിന്ന് വേർപെടും എന്ന് പറഞ്ഞു. പിതാവ് വന്ന ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അടുത്ത 2 ദിവസത്തിന് അകം ഇവരെ വിളിച്ചു വരുത്തി. ഈ പ്രത്യേക കർമ്മത്തിൽ എന്നെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഖുർആൻ സൂക്തങ്ങൾ തങ്ങളുമാർ ഒരേ നിരയിൽ ഇരുന്ന് ഒരേ സ്വരത്തിൽ ഓതി വെള്ളത്തിലേക്ക് ഊതും. പ്രൈസ് ദി ലോർഡ്. ശക്തി ഈ വെള്ളത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ഈ വെള്ളം കൊണ്ട് എന്റെ തലവഴിയെ ഒഴിക്കും. ഖുർആൻ സൂക്തങ്ങൾ തലയിൽ പിടിച്ച് ഓതി ശുദ്ധീകരിക്കും. അപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്നെ ഭരിക്കുന്ന ശക്തി എന്നെ വിട്ടുപോകും, ഞാൻ പഴയതുപോലെ ആകും. ഹല്ലേലൂയ. ഇതാണ് അവരുടെ ഉദ്ദേശം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നടക്കുകയും ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട് അനേക പെൺകുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കുന്നത്. ഒരു പ്രത്യേക അവരിൽ വെളിപ്പെടുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നാൽ എന്റെ ചിന്തയിൽ അപ്പോൾ ഭയം വന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ, യേശുവേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇവരുടെ ആഗ്രഹം ഇപ്പോൾ പ്രൈസ് ദി ലോർഡ് എന്നെ പഴയതുപോലെ ആക്കാനാണ്. ഞാൻ പഴയതുപോലെ ആകണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് നിന്നെ മറക്കണം. നിന്നെ മറക്കണമെങ്കിൽ എന്റെ സുബോധം പോകണം. അപ്പോൾ ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്റെ സുബോധത്തെ കെട്ടുന്ന പ്രവൃത്തിയാണ്, എന്റെ ബോധമണ്ഡലത്തെ മറച്ചു കളയുന്ന പ്രവൃത്തിയാണ്. അവർ ചെയ്യുന്ന ആ കർമ്മത്തിന്റെ ഫലം വെളിപ്പെട്ടാൽ എന്റെ ബോധമണ്ഡലം മറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, നീ ഇറങ്ങി വന്നപ്പോൾ നിസ്കരിക്കുന്ന റൂമിലെ ഭിത്തികൾ കുലുങ്ങിയത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ശക്തിക്ക് മീതെ മറ്റൊരു ശക്തിയില്ല. ആ ശക്തി ഇപ്പോൾ ഇവിടെ ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളുമാര് വെള്ളവുമായി എന്റെ അരികിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. അവർ വെള്ളം ഒഴിക്കാൻ തുടങ്ങുമ്പോൾ ആരോ തള്ളി മാറ്റിയതുപോലെ അവർ പുറകോട്ട് ഓടിപ്പോകാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ അവർ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കി. അപ്പോഴും ഇതേ അനുഭവം അവർക്കുണ്ടായി. അവരുടെ ഉള്ളിൽ ഒരു ഭയം വ്യാപരിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല, എന്താ ഇവർക്ക് പറ്റിയതെന്ന് വിചാരിച്ചു. ഞാനും ചാടി എഴുന്നേറ്റ് നിന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എന്ത് പറ്റി ആദ്യം ഒരു ബഹളമായി. ബഹളമെല്ലാം ശ്രമിച്ചപ്പോൾ അവർ മെല്ലെ മെല്ലെ ഇങ്ങനെ പറയാൻ തുടങ്ങി, അവളെ ചുറ്റി
ചുറ്റി നിൽക്കുന്നത് വെറും ഒരു ആകർഷണ വലയമല്ല, അതൊരു തീവലയമാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അതെ, ബൈബിൾ പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി അനേകം ഭക്തന്മാരെ എന്റെ കർത്താവ് ഈ തേജസ് കൊണ്ട് മറച്ചു. ഹല്ലേലൂയ. ഈ തേജസ് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ തേജസ് ഇയ്യോബിന്റെ സമ്പത്തിനെ, ഇയ്യോബിന്റെ മക്കളെ അതെ പ്രൈസിലോ വേലികെട്ടി സൂക്ഷിച്ചു. കാരണം ഇയ്യോബ് ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്കനും നീതിമാനും ദോഷം വിട്ടകലുന്നവനായി ജീവിച്ച് തന്റെ മക്കൾക്ക് വേണ്ടി യാഗം കഴിച്ചു വന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം തന്റെ തേജസ് കൊണ്ട് ഇയ്യോബിനെ വേലികെട്ടി സൂക്ഷിച്ചു. ഹല്ലേലൂയ. അതെ, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന പ്രൈസിലോ ഒന്നും അറിഞ്ഞുകൂടെങ്കിലും ഞാൻ പറയാം, ഒത്തിരി കൃപ വേണ്ട പ്രൈസിലോട്, ഒത്തിരി അന്യഭാഷ പറയാൻ അറിഞ്ഞുകൂടെങ്കിൽ സാരമില്ല. ഒത്തിരി വെളിപ്പാട് കാണണ്ട, ഒത്തിരി പ്രവചനം പറയണ്ട. യേശുവിനെ സ്നേഹിച്ചാൽ മതി. യേശുവിനെ സ്നേഹിക്കാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ കൃപ നമ്മുടെ മൺകൂടാരത്തിൽ പകരുന്ന ദൈവകൃപ ഇവിടെ ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. ഓ യേശുവേ, ഈ ജനത്തിന്റെ മേൽ ഉയരത്തിനുള്ള അത്യന്ത ശക്തി പകരട്ടെ കർത്താവേ, പകരട്ടെ ദൈവമേ, പകരട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ മഹത്വം ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ മേൽ അവന്റെ മഹത്വം ഇറങ്ങി വരും. കർത്താവിന്റെ ഇഷ്ടമാ അവനെ സ്തുതിക്കുക, ആരാധിക്കുക എന്നുള്ളത്. ആരാധന സംഘമാകുന്ന ദൂതന്മാർ വീണുപോയ സ്ഥാനത്തേക്കാ ദൈവം ആരാധനയ്ക്ക് വേണ്ടി എന്നെയും നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കർത്താവിന് ഏറ്റവും ഇഷ്ടമാ. സംഗീത പ്രിയനാ കർത്താവ്, ആരാധന പ്രിയനാ കർത്താവ്. കാരണം പ്രൈസ് ദി ലോർഡ്, ആരാധന ദൂതസംഘം വീണുപോയപ്പോൾ എന്റെ ദൈവം തന്റെ കൈ കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി തന്നെ ആരാധിപ്പാൻ, അവരോടുകൂടെ വസിപ്പാൻ ആഗ്രഹിച്ച് മനുഷ്യനെ ഉണ്ടാക്കുവാനിടയായി തീർന്നു. ആ മനുഷ്യനെ കർത്താവ് തന്റെ സ്വന്തം രക്തം കൊടുത്ത് ജീവൻ കൊടുത്ത് വീണ്ടെടുത്തു. അതാണ് ഞാനും നിങ്ങളും. അവന് പ്രിയമുള്ള പ്രവൃത്തിയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന്റെ മഹത്വം ഇന്ന് രാത്രി നമ്മുടെ മേൽ ഇറങ്ങി വരികയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പേരിൽ അല്ലപ്പച്ച അങ്ങയുടെ പേരിൽ, അതെ അങ്ങയുടെ പേരിൽ പ്രൈസ് ദി ലോർഡ് ഞങ്ങളുടെ ജീവിതത്തിൽ പലതും നടക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അതെ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ കർത്താവിന് വേണ്ടി അതെ ക്രിസ്തുവിന്റെ പത്രമാകണമെന്ന്. അതെ നമ്മളെ നോക്കുന്നവർ യേശു കർത്താവിനെ വായിച്ചറിയണമെന്ന്. ആ ഭാവം നമ്മളിൽ വരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അവന്റെ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങി വരണം. അതിന് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ തങ്ങളുമാരുടെ ഇടയിൽ ഈ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ എന്റെ ഉള്ളിൽ ഒരു വിശ്വാസം, പ്രൈസ് ദി ലോർഡ്, ഈ ലോകം മുഴുവൻ എനിക്കെതിരെ വന്നാലും ഈ ലോകത്തെ ഉണ്ടാക്കിയ ദൈവം എന്നോടുകൂടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അവൻ നിസ്കരിച്ച റൂമിൽ ഇറങ്ങി വന്ന് എന്നെ വിളിച്ചിട്ട് പിന്നെ അങ്ങ് കയറിപ്പോയിട്ടില്ല, എന്നോടുകൂടെ ഉണ്ടെന്ന്. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, വിളിച്ച ദൈവം വിശ്വസ്തൻ, ലോകാവസാനത്തോടെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, പ്രൈസ് ദി ലോർഡ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നൊക്കെ ബൈബിളുണ്ട്. പക്ഷെ അന്ന് എനിക്ക് വചനം അറിഞ്ഞുകൂടാ. വചനം പറഞ്ഞ് എന്നെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൈവദാസനോ ഒരു ദൈവവിശ്വാസിയോ ഒരു പ്രാർത്ഥനക്കാരനോ എനിക്ക് പരിചയമില്ല. ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ഒരു അന്യജാതിക്ക് പ്രവേശിച്ചുകൂടാ. ഞങ്ങളുടെ മതിലിൽ ഒരു അന്യജാതി തൊട്ടാൽ എന്റെ പിതാവ് ദിവസവും മതിലിനെ ശുദ്ധീകരിക്കും. മതിലിലെ ഹല്ലേലൂയ. അങ്ങനെ എന്റെ പിതാവ് പ്രേസറോട് ജീവിക്കുന്ന മനുഷ്യനാണ്. ഒരു അന്യജാതിക്ക് വരാൻ പാടില്ല. ഒരു ക്രിസ്ത്യാനി അറിഞ്ഞുകൂടാ. ക്രിസ്ത്യാനികൾ ഇല്ലാത്തൊരു ദേശമാണ് എന്റെ ദേശം. നിറയെ മുസ്ലിങ്ങളാ. ഹല്ലേലൂയ. എപ്പോഴും കേട്ടുവരുന്നത് ഖുർആൻ സൂക്തങ്ങളും കണ്ടുവരുന്നത് അല്ലാഹുവിനെ ആരാധിക്കുന്ന ആരാധന രീതിയുമാണ്. യേശുവിനെ അറിയുവാനോ യേശുവിന്റെ പ്രേസറോട് അതെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളോ അവന്റെ പ്രവർത്തനങ്ങളോ ഉള്ള യാതൊരു കാര്യങ്ങളും സാഹചര്യങ്ങളും ഞാൻ കർത്താവിനെ അറിഞ്ഞതിനു ശേഷം എന്റെ കുടുംബത്തിനകത്തില്ല. പക്ഷെ എന്റെ ഉള്ളിൽ യേശു കർത്താവ് ജീവിക്കുവാനിടയായി തീർന്നു. എന്റെ അസ്ഥിമണ്ഡലങ്ങളിൽ എന്റെ രക്തധമനികളിൽ അന്ന് നിസ്കരിക്കുന്ന റൂമിൽ ഇറങ്ങി വന്ന പ്രകാശം, ആ ദൈവസാന്നിധ്യം കയറി വസിപ്പാൻ അല്ലെങ്കിൽ അങ്ങ് ആവശിച്ചിരിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ വിശ്വസിക്കുക. കാരണം പിന്നത്തേതിൽ എന്റെ മുൻപിൽ വന്ന അത് പീഡനങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനും വിശ്വസിപ്പാൻ കഴിയാത്തതാണ്. ഹല്ലേലൂയ. അനേകർ എന്നോട് ചോദിച്ചിട്ടുണ്ട്,
സത്യമായിട്ടും ഇങ്ങനെയൊക്കെ നടന്നതാണോ എന്ന്. ഹല്ലേലൂയ. അതേ അനുഭവങ്ങൾ എന്റെ മുൻപിൽ വരുമ്പോഴും യേശു ദൈവമാണെന്നുള്ള സത്യം എന്റെ ഉള്ളിൽ എപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി ക്രൂശിൽ